കഴിഞ്ഞ ദിവസം അമൃത്സറിൽ പറന്നിറങ്ങിയ അമേരിക്കൻ വായുസേനയുടെ വിമാനം പെട്ടെന്ന് ആരും മറക്കാൻ സാധ്യതയില്ല. ഇതിനു മുൻപ് ഈ വിമാനം വാർത്തകളിൽ നിറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചില ഭയാനക ദൃശ്യങ്ങളോടെയായിരുന്നു. താലിബാൻ നിയന്ത്രണമേറ്റെടുത്ത അഫ്ഗാനിൽ നിന്ന് പറന്നുയരുന്ന C-17 വിമാനവും വിമാനത്തിന്റെ വശങ്ങളിൽ അള്ളിപ്പിടിച്ചിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവർ ഉയരങ്ങളിൽ നിന്ന് നിലം പതിക്കുന്നതും ഈ നൂറ്റാണ്ട് ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ദൃശ്യങ്ങളാണ്. അതേ വിമാനത്തിലാണ് അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റം നടത്തിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിച്ചത്. 80 പേർക്ക് യാത്ര ചെയ്യാവുന്ന C-17 വിമാനം അഫ്ഗാനിൽ നിന്ന് പറന്നത് 800-ൽ ഏറെ പേരെ കുത്തിനിറച്ചാണെങ്കിൽ ഇത്തവണ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തപ്പോൾ അതിനുള്ളിൽ കുടിയേറ്റ ശ്രമം നടത്തിയ 104 പേരുണ്ടായിരുന്നു. കാവലിനായി നിയോഗിച്ച സൈനികരെ കൂടാതെയാണ് ഈ കണക്ക്. സൈനിക വിമാനമായതുകൊണ്ട് തന്നെ മറ്റ് സൗകര്യങ്ങളില്ല C-17-ൽ. അതുകൊണ്ട് തന്നെ ദുസ്സഹമായിരിക്കും ഈ വിമാനത്തിലെ ദീർഘദൂര യാത്രകൾ. വിമാനത്തിൽ ആകെയുള്ളത് ഒരു ടോയ്ലറ്റാണ്. യാത്രാ വിമാനങ്ങളിൽ കാണുന്നത് പോലെ പ്രത്യേക ഇൻസുലേഷൻ സൗകര്യമില്ലാത്ത ഭിത്തിയും തറയുമാണ് സൈനിക വിമാനങ്ങളിൽ. അതായത് പുറത്തെ താപനില എന്താണോ അത് അതേപടി പ്രതിഫലിക്കും. യാത്രക്കിടയിൽ 5 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെ താപനില മാറിമറിയാം. കുടിവെള്ളമോ ഭക്ഷണ സാധനങ്ങളോ അധികം സൂക്ഷിക്കാനുള്ള സൗകര്യവുമില്ല. സാന്റിയാഗോയിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:56-നാണ് ഇന്ത്യക്കാരുമായി ഈ വിമാനം പറന്നുയർന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ ലാൻഡ് ചെയ്തത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:05-ന്. അതായത് വിമാനത്തിലെ ദുസ്സഹമായ യാത്ര അവർ സഹിച്ചത് 41 മണിക്കൂറും 4 മിനിറ്റും. കരുതുന്നതിലും കഠിനമായിരുന്നു യാത്രയെന്ന് മടങ്ങിയെത്തിയവർ തന്നെ വെളിപ്പെടുത്തി. കൈയിലും കാലിലും വിലങ്ങ് വെച്ച് അനങ്ങാൻ കഴിയാത്ത വിധം ബന്ദികളെ കൊണ്ടുവരുന്ന പോലെയാണ് എത്തിച്ചതെന്ന് വിമാനത്തിലെത്തിയവർ പറയുന്നു. വിലങ്ങ് വെച്ചാണ് കൊണ്ടുവന്നതെന്ന വാർത്ത ആദ്യം നിഷേധിച്ച കേന്ദ്ര സർക്കാർ പിന്നീട് പ്രതികരണത്തിന് മുതിർന്നില്ല. അമൃത്സറിൽ ഇറങ്ങിയവരുടെ ചിത്രങ്ങളും പ്രതികരണങ്ങളും വന്നതോടെയാണ് കേന്ദ്രവും പ്രതിരോധത്തിലായത്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പോലും അറിയാതെയായിരുന്നു വിമാനത്തിൽ ഇരുന്നതെന്ന് ചിലർ പറയുന്നു. വിമാനത്തിൽ കയറിയ ഉടൻ കൈകാലുകൾ ബന്ധിച്ചുവെന്നും അമൃത്സറിലെത്തിയ ശേഷമാണ് വിലങ്ങുകൾ അഴിച്ചതെന്നും ഇന്ത്യക്കാർ പറഞ്ഞു. ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാൻ സമ്മതിക്കാത്ത വിധത്തിലായിരുന്നു 40 മണിക്കൂറിലേറെ നീണ്ട യാത്രയെന്ന് പഞ്ചാബ് സ്വദേശി ഹർവിന്ദർ സിംഗ് വെളിപ്പെടുത്തി. ടോയ്ലറ്റിൽ പോകാൻ പോലും നിരന്തര അഭ്യർത്ഥനകൾ ആവശ്യമായിരുന്നു. കൃത്യമായ ഭക്ഷണം പോലും ഇല്ലാതെ ശാരീരികവും മാനസികവുമായി തളർന്ന യാത്രയുടെ ഭീകരത തിരിച്ചെത്തിയവർ ഒന്നൊന്നായി വെളിപ്പെടുത്തുന്നുണ്ട്. പഞ്ചാബിൽ നിന്ന് 30 പേരും ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് 33 പേർ വീതവും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് 3 പേർ വീതവും ചണ്ഡീഗഡിൽ നിന്ന് 2 പേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്.